എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 127, 128 എന്നീ 2 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ജരാസന്ധനെ ബലരാമൻ കയറി പിടിച്ച് ആക്രമിക്കാൻ തല വെട്ടാനായിട്ടുള്ള പുറപ്പാടാണ്. പെട്ടെന്ന് ശ്രീകൃഷ്ണൻ അവിടെ വന്നിട്ട് അത് തടയണതായിട്ടാണ് പറയണത്. എന്താണ് ബലരാമനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്നുള്ളതാണ് ഇനി വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 127ാമത്തെ ശ്ലോകം നോക്കാം. നഘ്നന്തി ശൂരാ സമരേ ഗൃഹീതം നോത്സൃഷ്ടശസ്ത്രം ന ച മുക്തകേശം പ്രസീദ തത്പ്രേഷയ ദീനമേനം പശൂപമോയം ന പദം രുഷസ്തേ. ആദ്യം പദച്ഛേദം പറയാം. ന ഘ്നന്തി ശൂരാഹ സമരേ ഗൃഹീതം ന ഉത്സൃഷ്ടശസ്ത്രം ന ച മുക്തകേശം പ്രസീദ തത് പ്രേഷയ ദീനം ഏനം പശൂപമ അയം ന പദം രുഷ തേ. ചെറിയ ചെറിയ വാക്കുകൾ ധാരാളമുണ്ട്. സമസ്ത പദങ്ങൾ കുറവായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. ഇവിടെ ശ്രീകൃഷ്ണൻ ബലരാമനോട് ഏട്ടനാണെങ്കിലും ചില സമയത്തൊക്കെ ഉപദേശിക്കാറുണ്ട്. ബലരാമൻ അങ്ങനെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് പിന്നെ അതിൽ നിന്നൊക്കെ പിന്തിരിയാറുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ശ്രീകൃഷ്ണൻ പറയാണ്, ശൂരാഹ, ശൂരന്മാർ, നല്ല മിടുക്കന്മാരായിട്ടുള്ള പോരാളികളായിട്ടുള്ള രാജാക്കന്മാർ, സമരേ ഗൃഹീതം ന ഘ്നന്തി, സമരത്തിൽ അതായത് യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് തനിക്ക് അധീനനാക്കിയിട്ടുണ്ടാവുമല്ലോ ആരെങ്കിലും ഒക്കെ. രാജാക്കന്മാർ പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ ഒരാളുടെ കീഴിൽ മറ്റാൾ വരും. അയാളുടെ കഴിവ് കേടുകൊണ്ട്, മറ്റാളുടെ കഴിവ് ആധിക്യം കൊണ്ടൊക്കെ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരുടെ മുമ്പിൽ തോറ്റുപോകും. അങ്ങനെ തോറ്റുപോയ രാജാക്കന്മാരെ ന ഘ്നന്തി, അവരെ പിടിച്ചുകൊണ്ടുവന്ന് വധിക്കാറില്ല ശൂരന്മാർ. അതായത് യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ആയുധപ്രഹരങ്ങളെ കൊണ്ട് ചിലപ്പോൾ മരിച്ചു പോവുമില്ല എന്നല്ല, പക്ഷേ തോറ്റ് പിന്മടങ്ങിയവരെ, തോറ്റ് പിൻവാങ്ങിയവരെ, അല്ലെങ്കിൽ തോൽവി സമ്മതിച്ചവരെ, അവരെയൊന്നും ശൂരന്മാരായിട്ടുള്ള രാജാക്കന്മാരെ വധിക്കാറില്ല. ഇപ്പോൾ ബലരാമൻ ജരാസന്ധൻ്റെ രഥത്തിൽ കയറിയിട്ട് ജരാസന്ധനെ വാളോണ്ട് വെട്ടാനായിട്ട് പുറപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ തോറ്റു എന്നുള്ള കാര്യം ഉറപ്പാണ് ജരാസന്ധൻ. ബലരാമൻ ജയിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ തോറ്റു എന്ന് പറഞ്ഞ് എല്ലാ കഴിവുകളും അവസാനിപ്പിച്ചിട്ട് അടിയറവ് പറഞ്ഞു നിൽക്കണ ആ ഒരു വ്യക്തിയെ, ആ ഒരു രാജാവിനെ ശൂരന്മാരായിട്ടുള്ള വീരന്മാരായിട്ടുള്ള രാജാക്കന്മാർ വധിക്കാറില്ല. അതുപോലെ തന്നെ ഉത്സൃഷ്ടശസ്ത്രം മുക്തകേശം ച ന ഘ്നന്തി. അതുപോലെ ചില പ്രത്യേക ആൾക്കാരെയും യുദ്ധസമയത്ത് ഉത്സൃഷ്ട ശസ്ത്രം, ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ, ഏത് തരത്തിലുള്ള ആയുധത്തിനെയും ശസ്ത്രം എന്ന് പറയും. വാളായിക്കോട്ടെ, അമ്പും വില്ലും ആയിക്കോട്ടെ, ഗദയായിക്കോട്ടെ, കുന്തമായിക്കോട്ടെ, എന്താണോ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധം, അത് കയ്യിൽ നിന്നൊക്കെ പോയവരെ, അത് മുറിഞ്ഞു പോയവരെ, മറ്റുള്ളവരുടെ ആക്രമണത്തിൽ തകർന്നു പോയി അസ്ത്രങ്ങളും ആയുധങ്ങളും ഒന്നും ഇല്ലാതെ നിൽക്കുന്ന അവരെയും, അതാണ് ഉത്സൃഷ്ട ശസ്ത്രം. പിന്നെ മുക്തകേശം, മുക്തകേശം എന്ന് പറഞ്ഞാൽ തലമുടി അഴിഞ്ഞ് വീണു എന്ന് പറയാം. അതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയാവുക രാജാക്കന്മാരുടെ കിരീടം ഊർന്നു വീണു പോവുക. ജരാസന്ധൻ്റെ തലമുടിയിൽ ഇങ്ങോട്ട് പിടിച്ചപ്പോൾ കിരീടം താഴത്തേക്ക് വീണ് പോയിട്ടുണ്ടാവും. അപ്പോൾ കിരീടം താഴത്തേക്ക് വീഴുക എന്നുള്ളത് ഒരു സൂചനയാണ്. അത് തോൽവിയുടെ, അതായത് തല താഴ്ന്നുപോയി, തല കുനിച്ചുപോയി, അടിയറവ് വെച്ചു, എല്ലാം മുമ്പിൽ കുമ്പിട്ട് നിൽക്കുകയാണ്, നമസ്കരിച്ച് നിൽക്കുകയാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സൂചനയായിട്ട്, അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഈ തലയിൽ വച്ചിരിക്കുന്ന കിരീടം താഴത്തേക്ക് വീഴുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാവണം ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. തലമുടി അഴിഞ്ഞു പോയ ആൾക്കാരെ വധിക്കാറില്ല, അല്ലെങ്കിൽ വെട്ടാറില്ല, ആക്രമിക്കാറില്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നന്നാവുക വീരന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ കിരീടം താഴെ വീണു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ആക്രമിക്കരുത്. അതാണ് മുക്തകേശം ച ന ഘ്നന്തി, അവരെയും വധിക്കാറില്ല. അപ്പോൾ കയ്യിൽ ആയുധമില്ലാത്തവർ, അതുപോലെ കിരീടമൊക്കെ പോയവരെ, വീണുപോയവർ, അവരെയൊന്നും ന ഘ്നന്തി, വധിക്കാൻ പാടില്ല, വധിക്കാറില്ല. ശൂരന്മാർ അങ്ങനെ ചെയ്യാറന്നില്ല. അതുകൊണ്ട് തത് തസ്മാത് പ്രസീദ, പ്രസാദിക്കൂ ഏട്ടാ, മതി, ഇയാളുമായിട്ട് അങ്ങനെ യുദ്ധം ചെയ്യേണ്ട, നമുക്കൊന്നും എരയില്ല എന്നാണ് പറയണത്. അതാണ് ഏനം ദീനം പ്രേഷയ, യുദ്ധം ചെയ്ത് വയ്യാതെയായ ഈ രാജാവിനെ
തിരിച്ചു പറഞ്ഞയച്ചോളൂ, പ്രേക്ഷയ പറഞ്ഞയച്ചോളൂ, നമ്മളോളൊന്നും ശക്തിയില്ല, പ്രായമായിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ആക്രമിക്കണ്ട, വിട്ടോളാൻ പറയാണ്. പ്രേക്ഷയ അയം പശൂപമഹ തേ രുഷഃപദം ന. ഇയാൾ ഒരു പശുവിനെ പോലെയാണ്, ഒരു വകതിരിവും ഇല്ലാത്ത ഒരാളാണ്. ഇങ്ങോട്ട് ആക്രമിച്ചോളാൻ പറഞ്ഞാൽ പടകൂട്ടി ഇങ്ങോട്ട് വരും, ആക്രമിക്കും. അത് ആക്രമിക്കാൻ പാടുമോ, അത് ആരോടാണ് ആക്രമിക്കണത്, എപ്പോഴാണ്, എന്തിനാണെന്നുള്ളതൊന്നും ആലോചിക്കാതെ ഒരു ഹുങ്കിന്, ഒരു ധിക്കാരത്തിന് വന്ന് ആക്രമിക്കുന്ന ആളാണ് ഈ ജരാസന്ധൻ. അതുകൊണ്ടാണ് പശൂപമ എന്ന് പറഞ്ഞത്. പശുക്കൾക്ക് യാതൊരു വകതിരിവുമില്ല, അവർക്ക് അവരുടെ വിശപ്പ്, ദാഹം അങ്ങനെയൊക്കെയുള്ള ചില വികാരങ്ങൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അതിനനുസരിച്ച് അവർ പുല്ല് കിട്ടണ ദിക്കിലേക്കോ അല്ലെങ്കിൽ വെള്ളം കിട്ടണ ദിക്കിലേക്കോ ഒക്കെ മൃഗങ്ങൾ പോവും, പ്രത്യേകിച്ച് പശുക്കൾ. അപ്പോൾ അങ്ങനെയുള്ള ജീവികൾ, എല്ലാ ജീവികളും ഒരുപോലെയൊന്നുമല്ല, നായ്ക്കളൊന്നും അങ്ങനെയൊന്നുമല്ല, നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉള്ളവരാണ്. ആനകൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലതിനൊക്കെ ബുദ്ധി കൂടുതലുണ്ട്. എന്നാൽ പശുക്കളെ പോലെയുള്ളവർക്ക്, ചില ജീവികൾക്ക് അത്രയ്ക്കൊക്കെ ഉള്ളൂ ബുദ്ധി, അവരുടെ ആവശ്യങ്ങൾ നടക്കണം. പെട്ടെന്നാണ് ഈ തൻ്റെ മക്കളുടെ ഭർത്താവായിട്ടുള്ള കംസനെ വധിച്ചു കൃഷ്ണനും ബലരാമനും കൂടി എന്ന് ജരാസന്ധൻ അറിയാനിടയായത്. അതുകൊണ്ട് അവർക്ക് നേരെ പുറപ്പെട്ടു എന്നേ ഉള്ളൂ. അതല്ലാതെ ഇവരാരാണെന്നോ, ഇവരുടെ നേർക്ക് പോയാൽ തോൽവി പിണയുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ടാണ് ജരാസന്ധനെ പശൂപമനാണ് എന്ന് പറഞ്ഞത്. പശൂപമഹ, അങ്ങനെയുള്ള ഇയാൾ തേ രുഷഃപദം ന, ഇയാളൊന്നും അങ്ങയുടെ ഏട്ടൻ്റെ ദേഷ്യത്തിന് പാത്രീഭവിക്കേണ്ടവനല്ല. ഇയാളോടൊന്നും ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ല. പച്ചമലയാളത്തിൽ പറയുമ്പോൾ ഇവനൊന്നും നമുക്കൊരു ഇരയല്ല, ഇയാളോടൊന്നും ആക്രമിക്കാൻ വേണ്ടി പുറപ്പെടരുത് എന്നാണ് ഇവിടെ ഏട്ടനോട് അനിയൻ കൃഷ്ണൻ ഉപദേശിക്കുന്നത്. അപ്പോൾ വിട്ടോളൂ, പ്രായമുള്ള ആളല്ലേ, ക്ഷീണിച്ചിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ട് പൊക്കോട്ടെ എന്നാണ് പറയണത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 128 ശ്ലോകം നോക്കൂ. ഇതി പ്രസാദ്യാഗ്രജമഗ്രകീർത്തിർവിമോച്യ കൃഷ്ണോ മഗധേശ്വരം തം സുരൈർവിമുക്തം കൃതസാധുവാദൈഃ പര്യഗ്രഹീത് പുഷ്പമയം സവർഷം. ആദ്യം പദച്ഛേദം പറയാം. ഇതി പ്രസാദ്യ അഗ്രജം അഗ്രകീർത്തി വിമോച്യ കൃഷ്ണ മഗധേശ്വരം തം സുരൈഃ വിമുക്തം കൃതസാധുവാദൈഃ പര്യഗ്രഹീത് പുഷ്പമയം സ വർഷം. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ബലരാമൻ ആ രാജാവിനെ വിട്ടു എന്നാണ് പറയണത്. അതായത് ശ്രീകൃഷ്ണൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അപ്പുറമില്ല ബലരാമന്, പണ്ടുമില്ല എപ്പോഴും ഇല്ല. അപ്പോൾ ജരാസന്ധനെ വിട്ടോളൂ എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്ക് കേട്ട ഉടനെ തന്നെ ജരാസന്ധനെ മോചിപ്പിക്കുകയാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ അധികമായിട്ടൊന്നും കവി വർണ്ണിച്ചിട്ടില്ല. സാധാരണ ഒരാൾ വേറൊരാളോട് പറഞ്ഞു, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു 5-8 ശ്ലോകങ്ങളെങ്കിലും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു യുദ്ധ സന്ദർഭമായതുകൊണ്ടാണോ എന്നറിയില്ല, ചുരുക്കിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാണ്. അഗ്രകീർത്തി സഹ് കൃഷ്ണ. അഗ്രകീർത്തി എന്ന് പറഞ്ഞാൽ അഗ്രം, മുമ്പിൽ പോകുന്ന, ആധിക്യമുള്ളതായ, അധികമായിട്ട് കീർത്തി ഉള്ളവൻ, അഗ്രകീർത്തി. അധികാകീർത്തി, അഗ്ര അധികാകീർത്തി യസ്യ സ അഗ്രകീർത്തി, വളരെ യശസ്വിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ. സഹ് കൃഷ്ണ, ആ ശ്രീകൃഷ്ണൻ. അഗ്രജം പ്രസാദ്യ, അഗ്രജനെ, അഗ്രേ ജാത അഗ്രജ, ഏട്ടൻ. അഗ്രേ എന്ന് വെച്ചാൽ മുൻപേ, തനിക്ക് മുൻപേ ജനിച്ചവനായ ഏട്ടനെ ബലരാമനെ വാക്കുകൾ കൊണ്ട് പ്രസാദിപ്പിച്ചിട്ട് തം മഗധേശ്വരം വിമോച്യ. വിമോച്യ എന്നും വിമുച്യ എന്നും 2 പാഠങ്ങളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വിമുച്യ എന്നുള്ള വാക്ക് ധാരാളമായിട്ട് കാണാറുണ്ട്. വിമോച്യ എന്നുള്ളത് ശരിയായിരിക്കണം, കവി അതുകൊണ്ടായിരിക്കണമല്ലോ പ്രയോഗിച്ച് കാണണത്. പാഠഭേദങ്ങളൊന്നും കാണാനില്ല, അപ്പോൾ വിമോച്യ എന്ന് തന്നെ ആയിരിക്കണം വാക്ക്. അപ്പോൾ ജരാസന്ധനെ മോചിപ്പിച്ചിട്ട് മഗധേശ്വരം വിമോച്യ, മുക്തനാക്കിയിട്ട് കൃതസാധുവാദൈഃ സുരൈഃ. കൃതസാധുവാദം, സാധുവാദങ്ങൾ നൽകപ്പെട്ടവരായ സുരന്മാരാൽ ശ്രീകൃഷ്ണനെയും ബലരാമനെയും അവിടെ നിന്നുകൊണ്ട്, ആകാശമാർഗത്തിൽ നിന്നുകൊണ്ട് സ്തുതിക്കുകയാണ്. സാധുവാദം, വളരെ നന്നായി, വളരെ നന്നായി, ചെയ്ത പ്രവൃത്തികളൊക്കെ ഗംഭീരമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മുകളിൽ നിന്നുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരായ ദേവന്മാരാൽ, അതാണ് കൃതസാധുവാദൈഃ സുരൈഃ വിമുക്തം. അവരെ ആകാശമാർഗത്തിൽ നിന്നുകൊണ്ട് താഴേക്ക് മോചിപ്പിച്ചതായ, താഴേക്ക് വർഷിച്ചതായ
പുഷ്പമയം വർഷം പര്യഗ്രഹീത്. പുഷ്പമയം വർഷം, പുഷ്പം നിറഞ്ഞതായ വർഷം. മഴവെള്ളമല്ല വന്നത്, പുഷ്പങ്ങളാണ് മഴയായിട്ട് വന്നത്. ആ മഴ നല്ലവണ്ണം കൊണ്ടു. പുഷ്പവൃഷ്ടി ആകാശമാർഗത്തിൽ നിന്നുണ്ടായി. അത് വേണ്ടതുപോലെ മുഴുവനും ആസ്വദിച്ച് നനഞ്ഞു അല്ലെങ്കിൽ കൊണ്ടു, കയ്യേറ്റു വാങ്ങി എന്നർത്ഥം. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ജരാസന്ധനെ വിട്ടയക്കാൻ പറഞ്ഞതോട് കൂടിയിട്ട് അപ്പോൾ തന്നെ ബലരാമൻ ജരാസന്ധനെ വിട്ടയച്ചു. ദേവന്മാർ ശ്രീകൃഷ്ണനെ വളരെയധികം ബഹുമാനത്തോട് കൂടിയിട്ട്, ശ്രീകൃഷ്ണനെ മാത്രമല്ല ബലരാമനെയും പുഷ്പവൃഷ്ടി കൊണ്ട് നനച്ചു എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. നഘ്നന്തിശൂരാ സമരേ ഗൃഹീതം നോത്സൃഷ്ടശസ്ത്രം ന ച മുക്തകേശം പ്രസീദ തത്പ്രേഷയദീനമേനം പശൂപമോയം ന പദം രുഷസ്തേ. ഇതി പ്രസാദ്യാഗ്രജമഗ്രകീർത്തിർവിമോച്യ കൃഷ്ണോ മഗധേശ്വരം തം സുരൈർവിമുക്തം കൃതസാധുവാദൈഃ പര്യഗ്രഹീത് പുഷ്പമയം സവർഷം. അങ്ങനെ സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.